IT മേഖലയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുന്നതിന് വേണ്ടി ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കരിയർ പാത്തുകളെ കുറിച്ചാണ് ഡിജിറ്റൽ ഡയലോഗ്സ് വിത്ത് ഇഡ്രിച്ചിലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തേത് ദ ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ച്. വളരെ എളുപ്പത്തിൽ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ അപ്രോച്ച്. ഏതാനും ചില പോപ്പുലർ ഗാനങ്ങൾ ഹൃദിസ്ഥമാക്കി ലോക്കൽ ക്ലബ്ബുകളിലും ബാൻഡുകളിലും ഗാനമേളകളിലും പോയി പാടി കരിയർ ആരംഭിക്കുന്ന യുവഗായകരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടേത് ഒരു ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ചാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ഒരു ടെക്നോളജി സ്റ്റാക്കോ എവിടെയെങ്കിലും പോയി പഠിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ലോക്കൽ IT കമ്പനിയിൽ ജോലി കരസ്ഥമാക്കി ജോബ് മാർക്കറ്റിലേക്ക് എടുത്തുചാടുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഈ ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആധികാരികമായ സംഗീത വിദ്യാഭ്യാസമില്ലാതെ കരിയറിൽ എത്തിച്ചേരുന്ന ഒരു യുവഗായകൻ സമഗ്രമായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അടിത്തറയിലാണ് IT മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും അവരുടെ കരിയറുകളിൽ നേരിടുന്നത് ഒരുപോലുള്ള വെല്ലുവിളികളാണ്. വളരെ പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താൻ ഈ ഒരു ഷോർട്ട് ടേം അപ്രോച്ച് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ച് നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ കരിയറിൽ ഒരു പരിധി വിട്ട് മുകളിലേക്ക് പറക്കാനോ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ വലിയ വലിയ കമ്പനികളിലേക്ക് എത്തിച്ചേരാനോ ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങളെ സഹായിക്കുകയില്ല. ഇനി രണ്ടാമത്തെ അപ്രോച്ച് ദ സ്ട്രാറ്റജിക് മാസ്റ്ററി അപ്രോച്ച് അല്ലെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് അപ്രോച്ച് എന്ന് വിളിക്കാം. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായ സംഗീതം അഭ്യസിച്ച് ഒരു ഗുരുവിന്റെ കീഴിൽ ആധികാരികമായി സംഗീത വിദ്യാഭ്യാസം നേടി കച്ചേരികൾക്കും വലിയ വലിയ സ്റ്റേജുകൾക്കും വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സംഗീത വിദ്യാർത്ഥി ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോ ഒരു ടെക്നോളജി സ്റ്റാക്കിലോ തന്റെ പഠനത്തെയും തന്റെ സ്കിൽ സെറ്റിനെയും പരിമിതപ്പെടുത്താതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ സമഗ്രമായി സമീപിച്ച് ഒരു മെന്റർഷിപ്പോട് കൂടിയ വളരെ ആധികാരികമായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠന രീതിയിലൂടെ കടന്നു വന്ന് വലിയ വലിയ കമ്പനികളിലേക്കും വലിയ വലിയ ജോബുകളിലേക്കും വലിയ വലിയ പ്രൊജക്റ്റുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും വേണ്ടി തന്നെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ദ സ്ട്രാറ്റജിക് മാസ്റ്ററി അപ്രോച്ച്. ഇനി ഈ രണ്ടുപേരുടെയും ഉദാഹരണം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു ലോങ് ടേം വിഷനോടുകൂടി ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. ഒരു ഗുരുവിന്റെ കീഴിൽ ആധികാരികമായ സംഗീത പഠനം കഴിഞ്ഞ് കരിയറിലേക്ക് എത്തിച്ചേർന്നുള്ള ഒരു സംഗീതജ്ഞന് വിവിധ തരങ്ങളിലുള്ള സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് പോലെയും വിവിധ രാഗങ്ങളിലുള്ള സംഗീത വിസ്മയങ്ങൾ തീർക്കാൻ സാധിക്കുന്നത് പോലെയും കച്ചേരികളിലും വലിയ വലിയ സ്റ്റേജുകളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്നത് പോലെയും സമഗ്രമായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഒരു മെന്റർഷിപ്പോടുകൂടി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വളരെ സമഗ്രമായി പഠിച്ച് ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാ സ്കില്ലുകളോടും കൂടി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഏറ്റവും മികച്ച കമ്പനികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ഏറ്റവും നല്ല പ്രൊജക്റ്റുകളിലും ഏറ്റവും നല്ല ടീമുകളിലും എത്തിച്ചേരാൻ സാധിക്കുകയും വളരെ വേഗത്തിൽ കരിയർ ലാഡർ കയറി പോകാൻ സാധിക്കുന്നതും ആയിട്ട് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് കാണാം. ഇനി നമുക്ക് ഈ 2 അപ്രോച്ചുകളുടെയും ഗുണങ്ങളെയും ദോഷങ്ങളെയും പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യമായി ഈ ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ചിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. മിക്കവാറും കേസുകളിൽ ഈ ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ച് ഒരു ചീപ്പർ ഓപ്ഷൻ കൂടിയാണ്. യുഡമി പോലുള്ള ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ആപ്പുകൾ, അതുകൂടാതെ സെൽഫ് സ്റ്റഡി ഡയറക്റ്റായിട്ട് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ വെബ്സൈറ്റിൽ പോയി സ്വയം ഇരുന്ന് പഠിക്കാം. മൂന്നാമതായി ഏതെങ്കിലും ഒരു ടെക്നോളജി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒരു പ്ലേസ്മെന്റ് തരപ്പെടുത്തുക. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു ജോലിയിലേക്ക് എത്താൻ ഇതൊരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. ഇനി നമുക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് അപ്രോച്ചിന്റെ കുറവുകൾ, ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള സ്കിൽ സെറ്റ് വളരെ ഇടുങ്ങിയതും അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന എക്സ്പോഷർ വളരെ ഇടുങ്ങിയതും ചുരുങ്ങിയതുമായിരിക്കും. നിങ്ങൾക്ക് കിട്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ചുരുക്കമായിരിക്കും. പ്രൊഫഷണൽ കമ്പനികളിലേക്ക് കയറി ചെല്ലുന്നതിന് ഈ ഒരു ചുരുങ്ങിയ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഒരുപാട് തടസ്സമായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പ്രാവീണ്യം നേടിയിട്ടുള്ള ഈ ടെക്നോളജി സ്റ്റാക്ക് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ ഡെക്കേഡുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വളരെ പോപ്പുലറായ പല ഫ്രെയിംവർക്കുകളും ഇന്നത്തെ മാർക്കറ്റിൽ നിലവിലില്ല. പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ പല ടെക്നോളജികളെയും ഫ്രെയിംവർക്കുകളെയും കാലഹരണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ഫാസ്റ്റായിട്ട് കാലം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരൊറ്റ ടെക്നോളജി സ്റ്റാക്ക് മാത്രം പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ രീതിയോടുകൂടി വന്നിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ
നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ തൊഴിൽ കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെയധികം. ഇനി മൂന്നാമത്തെ ഒരു റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ പ്രോഗ്രഷൻ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് വിവിധ തരത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യുവാനുള്ള നിങ്ങളുടെ കഴിവ് വളരെ ലിമിറ്റഡ് ആണ്. കാരണം നിങ്ങൾ പ്രാഥമികമായി ഒരു കോഡർ മാത്രമാണ്. നിങ്ങൾക്ക് ബിസിനസ് അനാലിസിസ് പോലെ, ടെസ്റ്റിംഗ് പോലെ, ഒരു പ്രോഡക്റ്റ് ഓണർഷിപ്പ് പോലെ, UI/UX ഡിസൈനിങ് പോലെ, അതുപോലെ സിസ്റ്റം അനാലിസിസ് പോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ കഴിവുകൾ വളരെ പരിമിതമാണ്. അതിനുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കരിയർ പ്രോഗ്രഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇനി നമുക്ക് ഈ സ്ട്രാറ്റജിക് മാസ്റ്ററി അപ്രോച്ചിലൂടെ ഒരു കോംപ്രഹെൻസീവ് ആയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി ജോബ് മാർക്കറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കരിയർ പാത്ത് അതെങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പ്രൊഫഷണൽ കമ്പനികൾക്കും മൾട്ടിനാഷണൽ കമ്പനികൾക്കും മിഷൻ ക്രിട്ടിക്കൽ പ്രൊജക്ടുകൾ ചെയ്യുന്ന ടീം ലീഡേഴ്സിനും പ്രൊജക്ട് മാനേജേഴ്സിനും വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ഇദ്ദേഹത്തിന്റെ റെസ്യൂം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവരുടെ പ്രൊജക്ടുകളിലേക്കും അവരുടെ ടീമുകളിലേക്കും അവർ നോക്കിക്കാണുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അവർക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഒരു ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന പല വിധത്തിലുള്ള ബിഹേവിയറൽ സ്കില്ലുകൾ, ടീം സ്കില്ലുകൾ, അതുപോലെ ടെക്നിക്കൽ സ്കിൽസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്കിൽസ്, ഇതിനെല്ലാം സക്സസ്ഫുള്ളായി ആൻസർ ചെയ്യാൻ, ഉത്തരങ്ങൾ പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. കാരണം അദ്ദേഹം വന്നിട്ടുള്ള ആ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പാത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം ഫുൾ പ്രിപ്പറേഷനോട് കൂടിയാണ് എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ പുതിയ ടെക്നോളജികളിലേക്കും പുതിയ ഫ്രെയിംവർക്കുകളിലേക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിംവർക്കുകളിലെ പുതിയ അപ്ഗ്രേഡുകളിലേക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനും അതെല്ലാം അഡാപ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് വളരെ എളുപ്പമായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ അദ്ദേഹത്തെ അതിനെല്ലാം പ്രാപ്തമാക്കിയിട്ടാണ് ഈ കരിയറിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ് ലോങ് ടേം കരിയർ സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയർ ഒരുപാട് കാലങ്ങളിലേക്ക് സുരക്ഷിതമായിരിക്കും. കാരണം അദ്ദേഹം ഒരു ടെക്നോളജിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ ഇൻഡസ്ട്രിയിലുള്ളത്. ടെക്നോളജി വളരെ പെട്ടെന്ന് മാറുകയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിളിന്റെ ലൈഫ് സ്പാൻ വളരെ വലുതുമായിരിക്കും. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ ആ സ്ട്രോങ് ഫൗണ്ടേഷനോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന് ടെക്നോളജി മാറുന്നതോ ഫ്രെയിംവർക്കുകൾ മാറുന്നതോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാറുന്നതോ അപ്ഗ്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതെല്ലാം ഇവോൾവ് ചെയ്യുന്നതോ ഒന്നും വിഷയമല്ല. അതെല്ലാം അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജിനായിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെ സീരിയസ് ആണ്, ഒരു ലോങ് ടേം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇത് നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് വേണ്ടി, കുറേ ഡെക്കേഡ്സ്, പതിറ്റാണ്ടുകൾ നിങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് താമസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പണിയുന്ന ഒരു വീടിനെ പോലെ, നല്ലൊരു വീട്, വളരെ ഉറപ്പുള്ളൊരു വീട്. അതുകൊണ്ട് നിങ്ങൾ കരിയറിൽ തീരുമാനമെടുക്കുമ്പോൾ, ഒരു കരിയർ തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി കാണുകയും അതിന് ഏറ്റവും ഉറപ്പുള്ള, ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കുവാനും ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കരിയറുകളിൽ ഏറ്റവും നല്ല ഉയർച്ചയും ഏറ്റവും നല്ല വളർച്ചയും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു നല്ല വിഷയമായി ഡിജിറ്റൽ ഡയലോഗ്സ് വിത്ത് എഡ്രിച്ചിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. Till then, keep learning, keep evolving and see you next time.